ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ് അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പൽ. ഇപ്പോൾ തൽക്കാലം എന്തായാലും കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു. സുരക്ഷാ മുൻകരുതൽ തുടരുന്നതിനാൽ 2 അഗ്നിരക്ഷാ കപ്പലുകൾ വാൻഹായ്ക്കരികെ തുടരുകയാണ്. 24 മണിക്കൂർ നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് തീ അണച്ചത്. കപ്പലിലെ കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ആണോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, 24 മണിക്കൂർ കൊണ്ട് തൽക്കാലം ആശ്വാസമായെങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കാം. ഇനിയും തീ പിടിച്ച ആ കപ്പൽ നശിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വലിയതുമായിരിക്കും. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഷിപ്പിലെ തീ അണച്ചു എന്നുള്ളത് ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം DIGന്റെ റിപ്പോർട്ടിലടക്കം തീ ആളിപ്പടരുന്നത് ഇനിയും ഉയർന്നു കഴിഞ്ഞാൽ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുമെന്ന റിപ്പോർട്ട് കൂടി വന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിലായിരുന്നു. പക്ഷെ ഇന്നലെ 24 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. പക്ഷെ ഇനിയും തീ പിടിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഈ വിഷവാതകം അത് ഇനിയും കണ്ടെയ്നർ 2500ഓളം കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ എത്രത്തോളമാണ് ഈ അമോണിയ നൈട്രേറ്റ് ഉള്ളതെന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ആ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അത് വിട്ടാൽ മാത്രമേ ഇനി എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയും. ഇതെങ്ങനെയെങ്കിലും കരയ്ക്കെത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനിയും അത് ഉൾക്കടലിൽ ഇപ്പോൾ അത് സാമ്പത്തിക സമുദ്ര മേഖലയ്ക്കപ്പുറമാണെങ്കിൽ പോലും വലിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇതിനെ കൂടുതൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലെങ്കിൽ ഈ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അഗ്നിരക്ഷാ സേനയുടെ കപ്പലുകളും അവിടെയുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട്, ഈ വാൻഹായ് കപ്പലിനൊപ്പം തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കണ്ടെയ്നറുകളെ ഇതുവരേക്കും മാറ്റാൻ കഴിയാത്തതെന്നൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി തീ പൂർണ്ണമായും അണച്ചാൽ മാത്രമേ ഒരു കയറ് കെട്ടി, ഒരു ടാഗ് കെട്ടി അതിനെ പുറം കടലിലേക്ക് കൊണ്ടുവരാൻ, കടൽ തീരത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ച സാഹചര്യത്തിൽ ഇനി കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ കരയ്ക്കെത്തിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും അടുത്തത് കടക്കുക. എന്നാലും DIGയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വരുമ്പോൾ പോലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. കാരണം വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാകുന്ന മത്സ്യങ്ങളൊക്കെ ചത്തൊടുങ്ങുന്ന തരത്തിലേക്ക് വരെ പോകാം ഇതിൻ്റെ സാഹചര്യം എന്ന ആശങ്ക കൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തീ അണച്ചു എന്നൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി വരുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റ് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. അവിടെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായാൽ പോലും അത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ എങ്ങനെ പുറത്തേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഷിപ്പിൽ നിന്നും പുറത്തെടുക്കാം എന്നതിലൊരു ചർച്ച നടക്കുകയാണ്. എത്രയും വേഗം അത് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും അടുത്തതായി കൈക്കൊള്ളുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി